ദൈവമക്കളെ കാലത്തും ദൈവവചനത്തിൽ വിശ്വസിക്കുന്നവരും വചനം മുറുകെ പിടിക്കുന്നവരും മഞ്ഞു തുള്ളി പോലെ വചനം പെയ്തിറങ്ങണമേ. ഓരോ യോഗങ്ങൾക്കകത്തും ചെന്ന് കയറുമ്പോൾ, ഓരോ രാവിലെ എഴുന്നേൽക്കുമ്പോഴും ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചൊരു ദൈവപൈതന്റെ മനസ്സിന്റെ കൊതിയാണ് മഴ പെയ്യുന്നത് പോലെ, മഞ്ഞു തുള്ളികൾ പെയ്തിറങ്ങുന്നത് പോലെ ദൈവവചനം ഞങ്ങളുടെ ഹൃദയമെന്ന നിലത്തിലേക്ക് പെയ്തിറങ്ങണമേ. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ശ്രദ്ധിക്കാം. എന്റെ വചനം മഞ്ഞു പോലെയും ഇളം പുല്ലിന്മേൽ പൊടിമഴ പോലെയും സസ്യത്തിന്മേൽ മാരി പോലെയും ചൊരിയും. ഇവിടെ രണ്ടാശയങ്ങളാണ് പരിശുദ്ധാത്മാവ് കുറിച്ചിരിക്കുന്നത്. മഞ്ഞ് പോലെയും മഴ പോലെയും എന്റെ വചനം പെയ്തിറങ്ങും. ജീവിതം വറ്റി വരണ്ടു പോയ വെണ്ടുകീറിയ ഭൂമി പോലെ നിന്റെ ഹൃദയം കിടക്കുന്നുണ്ട്. നിന്റെ ഹൃദയത്തിലേക്ക് പകരുവാൻ 65 സങ്കീർത്തനം ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കും. സ്തോത്രം. ദൈവവചനമെന്ന കലപ്പ കൊണ്ട് നിന്റെ ഹൃദയമെന്ന നിലത്തെ ഉഴുതുമറിച്ച് ആ നീർച്ചാലുകളിലൂടെ മഞ്ഞിനെയും മഴയെയും കടത്തിവിട്ട് ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ നിന്റെ നിലത്തെ താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടത്തക്ക രീതിയിൽ ആർപ്പും പാട്ടും വരത്തക്കവണ്ണം മേച്ചിൽ പുറങ്ങൾ ആട്ടിൻ കൂട്ടങ്ങളെ കൊണ്ട് നിറയത്തക്ക രീതിയിൽ ആക്കി തീർക്കുന്നത് പോലെ നിന്റെ ഹൃദയത്തിനകത്ത് തിരുവചനമെന്ന കലപ്പയൊന്ന് കയറിയിറങ്ങി. യെശയ്യാവിൽ ഒരു വചനമുണ്ട്, എന്റെ വായിന്ന് പുറപ്പെടുന്നത് എന്റെ വചനമായിരിക്കും, വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരത്തില്ല, ഞാൻ അയച്ച കാര്യം സാധിപ്പിച്ചേ വരത്തുള്ളൂ. മഞ്ഞ് പോലെ മഴ തുള്ളി പോലെ നിന്റെ ഹൃദയമെന്ന നിലത്തിലേക്ക് പെയ്തിറങ്ങുന്ന മഴ അത് വെറുതെ തിരിച്ചു വരത്തില്ല. ആ വചനമെന്ന വിത്ത് നിന്റെ അകത്തൊന്ന് പൊട്ടിക്കിളിർത്ത് അനേക ഫലം കായ്ക്കുന്നൊരു വൃക്ഷം പോലെ നിന്റെ ജീവിതത്തിലായിത്തീരാൻ പോവുക. എത്ര പേരിന്ന് പ്രാർത്ഥിക്കും, കർത്താവേ, മഴ പോലെ മഞ്ഞു തുള്ളി പോലെ തിരുവചനം എൻ്റെ മേൽ പെയ്തിറങ്ങണമേ. വചനമെന്ന മഴയാലൊന്ന് കുതിരണം. നമ്മൾ കൊട പിടിക്കുന്നത് മഴ നനയാതിരിക്കുവാൻ. എന്നാൽ ആത്മീക മഴയ്ക്ക് വരുമ്പോ ആരും കുട നിവർത്തിരിക്കരുത്, കുടകളെ മടക്കി മാറ്റണം. എന്നിട്ട് ആ മഴയാൽ കുതിരണം. കുതിർന്നാൽ നിന്നിൽ കിടക്കുന്ന തിരുവചനം എന്ന വിത്ത് മുള പൊട്ടാൻ തുടങ്ങും. നമുക്ക് തിരുവചനത്താൽ ഒന്ന് കുതിരാം. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, മഴ പോലെ പെയ്തിറങ്ങുന്ന വചനം, മഞ്ഞ് പോലെ പെയ്തിറങ്ങുന്ന വചനം ഹൃദയങ്ങളിൽ വീഴട്ടെ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആണ്. നിന്റെ ശൂന്യത മാറുന്നു, വെണ്ടുകീറിയ അനുഭവങ്ങൾ മാറുന്നു. മഞ്ഞ് പോലെ മഴത്തുള്ളി പോലെ തിരുവചനം ഇറങ്ങി നിന്റെ ലൈഫിനെ അത്ഭുതകരമായൊരു പുഷ്ടിയുള്ള അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഗോഡ് ബ്ലസ്.